എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. അപ്പോൾ ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഹിസ്റ്ററി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ഉള്ളത്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. ഏത് വർഷം ഒന്നാം വട്ടമേശ സമ്മേളനം? ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? Which is the round table conference in which Gandhi has participated? 2. 3, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. Who announced the communal awards? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 4, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം. 5, ഓഗസ്റ്റ് ഓഫർ എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? ഓഗസ്റ്റ് ഓഫർ. 6, ഇന്ത്യയിൽ ആദ്യമായി ഫെഡറൽ മാതൃകയിൽ ഒരു ഭരണകൂട വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ്? ആദ്യമായിട്ട് ഒരു ഫെഡറൽ സ്ട്രക്ചർ വേണോ എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അനൗൺസ് ചെയ്തൊരു നിയമം. അത് നിലവിൽ വന്നിട്ടില്ല, പക്ഷേ ആക്റ്റിൽ അതുണ്ടായിരുന്നു, ഒരു ഫെഡറൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഏതാണ് നിയമം? 7, ക്വിറ്റ് ഇന്ത്യ സമരനായിക ആര്? 8, ഗീതാരഹസ്യം എഴുതിയത് ആര്? 9, ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആര്? ഹിതവാദ ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആര്? 10, സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏത്? കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ചോദ്യങ്ങൾ. നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഇതിൽ ഗാന്ധിജി പങ്കെടുത്തിരുന്നോ? ഇല്ല, ഗാന്ധിജി ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? സെക്കൻഡ് RTC ആണ്, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 1931 കേട്ടോ. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഗാന്ധി ആദ്യമായിട്ടും അവസാനമായിട്ടും, അത് അവസാനത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിരുന്നു. 3, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഇതൊക്കെ ഒരു പീരീഡിൽ നടക്കുന്നതാണ്, 1930, 31, 32. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് റാംസേ മെക്ഡൊണാൾഡ് ആണ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഹു അനൗൺസ്ഡ് ദി കമ്മ്യൂണൽ അവാർഡ്സ്. റാംസേ മെക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏത്? 1932 കമ്മ്യൂണൽ അവാർഡ് റാംസേ മെക്ഡൊണാൾഡ് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് ഓഫർ എപ്പോഴാണ് പ്രഖ്യാപിച്ചത്? 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാം, ഒരു ഫുള്ളായിട്ടുള്ള ഇൻഡിപെൻഡൻസിന് പകരം ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാം എന്ന് പറഞ്ഞ ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ. അത് 1940 ഓഗസ്റ്റ് 8 പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഫെഡറൽ മാതൃകയിൽ ഒരു ഭരണകൂടം വ്യവസ്ഥ ചെയ്ത നിയമം ഏതാണ്? ഇത് നിലവിൽ വന്നിട്ടില്ല, പക്ഷേ ഒരു ഫെഡറൽ സ്ട്രക്ചർ ഇമ്പാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പ്രൊവിഷനുള്ള നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. 1935. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക. ഗീതാരഹസ്യം എഴുതിയത് ആര്? ബാൽ ഗംഗാധർ തിലക്. ആരാണ്? തിലകാണ് കേട്ടോ. തിലകാണ് ഗീതാരഹസ്യം എഴുതിയത്. ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത്. സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സെഷനാണ്, കറാച്ചി. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. പൊതുവേ ഹിസ്റ്ററി ടോപ്പിക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാക്റ്റും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ഇട്ടത്. 10 ഇന്നത്തെ കട്ട് ഓഫ്. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.